സംസ്ഥാനത്തെ 62 ലക്ഷത്തിലധികം പേർക്ക് നൽകി വരുന്ന സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ 200 രൂപ വർദ്ധിപ്പിച്ച് 1800 രൂപയാക്കാൻ സർക്കാർ തീരുമാനം. കേരള പിറവി ദിനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് ധാരണ. ധനമന്ത്രിയുടെ വസതിയിൽ സെക്രട്ടറിമാർക്ക് ഒരുക്കിയ വിരുന്നിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്ന് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കമെന്ന് ശ്രദ്ധേയമാണ്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ 2000 രൂപയെങ്കിലും ആക്കണമെന്ന് നിർദ്ദേശം വന്നിരുന്നു. നിലവിൽ 62 ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം 1600 രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകി വരുന്നത്. ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ LDF വാഗ്ദാനം ചെയ്തു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാനായിരുന്നില്ല.